ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ ജംഷീന. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തണുപ്പുകാല രോഗങ്ങളെക്കുറിച്ചും അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തണുപ്പ് കാലത്ത് ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹ്യൂമിഡിഫയറിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഹ്യൂമിഡിഫയർ, എന്താണ് ഹ്യൂമിഡിഫയറിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. ഫയറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഹ്യൂമിഡിറ്റി എന്നുള്ളതാണ്. ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് ആണ്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്ന നീരാവിയുടെ എമൗണ്ട്. സാധാരണ ചൂട് കാലത്ത് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഹ്യൂമിഡിറ്റി കുറവും. അതായത് ചൂട് കാലത്ത് ഈ വാം ആയിട്ടുള്ള എയറിന് കൂടുതൽ വാട്ടർ വേപ്പേഴ്സിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഇതേ നീരാവിനെ ഡ്രൈ ആക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തണുപ്പ് കാലത്ത് ഹ്യൂമിഡിറ്റി കുറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിനകത്ത് ഹ്യൂമിഡിറ്റിയിൽ മാറ്റമുണ്ട് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഇഷ്യൂസ് നമ്മുടെ വീട്ടിനകത്ത് ഉണ്ട് എന്ന് തിരിച്ചറിയാമെന്ന് നോക്കാം. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഞാൻ ആ വീട്ടിലേക്ക് കടന്നാൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നാൽ അപ്പം തുടങ്ങും എനിക്ക് തുമ്മാൻ, അപ്പം തുടങ്ങും കണ്ണൊക്കെ മൂക്കൊക്കെ ചൊറിഞ്ഞ് ആകെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് വീട്ടിലേക്ക് കടന്നാൽ. അതുപോലെ തന്നെ എനിക്ക് ഉറക്കത്തിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, ഉറക്കം എന്തൊക്കെയോ ഒരു ഹെവി ഫീലിംഗ് തോന്നുക. ഇതൊക്കെ ഹ്യൂമിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, അതുപോലെ തന്നെ ചുണ്ടുകൾ വിണ്ട് പൊട്ടുക, ചെവി കടിക്കുക, ഇതൊക്കെ ഉള്ള സിംറ്റംസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വീട്ടിനകത്തുള്ള ഹ്യൂമിഡിറ്റിയിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റീൻ്റെ ഒരു ഇഷ്യൂ ആണ്, നിങ്ങൾ വിയർത്താലും ചിലപ്പോൾ നമുക്ക് ചില ചൂട് സമയത്ത് നമുക്ക് തോന്നാറില്ലേ ഭയങ്കര ചൂട് എന്നാൽ വിയർക്കുന്നുമില്ല, വിയർത്താൽ തന്നെ ഒരു ഒട്ടലുണ്ട് എന്നുള്ള ആ ഒരു ഫീലില്ലേ. ഇതൊക്കെ ഹ്യൂമിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. നമ്മുടെ അന്തരീക്ഷത്തിലെ ഐഡിയൽ ആയിട്ടുള്ള ഹ്യൂമിഡിറ്റിയാണ് 40 to 60%. ഇതിൽ കൂടുതലോ കുറവോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. തണുപ്പ് കാലത്ത് ഈ ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസിനെയാണ് വിൻ്റർ ഇച്ച് എന്ന് പറയുന്നത്. അതായത് കൂടുതലും ചൊറിച്ചിലും ഡ്രൈനെസ് ഒക്കെ, ചുണ്ട് വിണ്ട് പൊട്ടുക, കൈയൊക്കെ ഡ്രൈ ആവുക, ഇത്തരം സിംറ്റംസ് ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് ഈ ഒരു കാരണത്താലാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ തണുപ്പ് കാലത്ത് നമുക്ക് ഉണ്ടാവുന്ന വൈറൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഒക്കെ കൂടാനുള്ള കാരണം ഈ ഹ്യൂമിഡിറ്റിയാണ്. കാരണം ഓർഗാനിസത്തിനൊക്കെ ലോങ് ലൈഫാണ് ലോ ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയർ. മാത്രമല്ല ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ, അതായത് ഡ്രൈ ആയിരിക്കുമ്പോൾ, ഹെയർ ഡ്രൈ ആയിരിക്കുമ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തണുപ്പ് കാലമാകുമ്പോൾ നമ്മുടെ ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുന്നത്. അതുകൊണ്ടാണ് തണുപ്പ് കാലത്ത് ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ നമ്മൾ ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ പല ബ്രാൻഡ്സിൽ നമുക്ക് ഹ്യൂമിഡിഫയർ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റൂമിൻ്റെ വലുപ്പം അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാണോ 1 ആണോ 2 ആണോ ഹ്യൂമിഡിഫയർ വേണ്ടത് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി ഹ്യൂമിഡിഫയർ ഉണ്ടെങ്കിലേ ഹ്യൂമിഡിറ്റി കൂട്ടാൻ പറ്റൂ എന്നൊന്നുമില്ല. ഹ്യൂമിഡിഫയർ ഇല്ലെങ്കിലും നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീടിനകത്തുള്ള ഹ്യൂമിഡിറ്റി കൂട്ടാനുള്ള ചില വഴികളുണ്ട്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാച്ചുറലായിട്ട് എങ്ങനെ ഹ്യൂമിഡിറ്റി കൂട്ടാം എന്ന് ചോദിച്ചാൽ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ വീട്ടിനകത്ത് ധാരാളം ചെടികൾ വളർത്തുക. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആൻഡ് നാച്ചുറൽ മെത്തേഡാണ് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡാണ് ധാരാളം ചെടികൾ വളർത്തുക എന്നുള്ളത്. ഇനി ചെടികൾ വളർത്തുമ്പോൾ നിങ്ങൾക്ക് മണ്ണിലും ചെടികൾ വളർത്താം, അതുപോലെ തന്നെ വെള്ളത്തിനകത്തും ചെടികൾ വളർത്താം. ഇതുപോലെ വെള്ളത്തിനകത്ത്, അതായത് ബോട്ടിലിൽ വെള്ളം നിറച്ച് ചെടികൾ വളർത്തുന്നതും നല്ലതാണ്. അതുപോലെ ചെടികൾ വളർത്തണം എന്ന് തന്നെയില്ല, നിങ്ങൾക്ക് ഫിഷ് ടാങ്ക്സ്, അതായത് ചെറിയ സ്മോൾ പോട്ട് അക്വേറിയംസ്, ഫിഷിനെ വളർത്താൻ നിങ്ങൾക്ക് ഇതും വളരെ നല്ലൊരു മെത്തേഡാണ്. കാരണം ഓപ്പൺ ബൗൾസിൽ വെള്ളം ഇരിക്കുന്നതും അന്തരീക്ഷത്തിലെ, കാരണം ഈ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ഈ ഡ്രൈ എയറിനെ കൂളാക്കാനാണ് നമ്മൾ ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കുന്നതും അല്ലെങ്കിൽ അക്വേറിയം വെക്കുന്നതൊക്കെ നല്ലതാണ് എന്ന് പറയാൻ കാരണം. ഇനി ഇതിനൊന്നും താല്പര്യമില്ല നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് വെള്ളം ഒരു അതായത് വിൻഡോ സൈഡിൽ നിങ്ങൾക്ക് വെറുതെ ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് വെക്കുന്നതും നല്ലതാണ്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റൗ ടോപ്പ് കുക്കിംഗ്, അതായത് നമ്മൾ വീട്ടിനകത്ത് നിന്ന് സ്റ്റൗവിൽ കുക്ക് ചെയ്യുന്ന എന്തും, അതായത് നമ്മൾ ചോറ് തിളപ്പിക്കുമ്പോൾ, വെള്ളം തിളപ്പിക്കുമ്പോൾ, ഇതൊക്കെ അതിൽ നിന്ന് വരുന്ന ആ ആവി, നീരാവി, അതുപോലെ തന്നെ കെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ കെറ്റിൽ നിന്ന് വരുന്ന ആ നീരാവി, ഇതൊക്കെ നമ്മുടെ ഹ്യൂമിഡിറ്റി കൂട്ടാൻ സഹായിക്കുന്നതാണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു സ്ലൈസ് ഓഫ് ചെറുനാരങ്ങ ഇടാം, തുളസിയുടെ ഇല ഇടാം, പനിക്കൂർക്കയുടെ ഇല ഇടാം. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിനകത്ത്
നമുക്ക് നല്ലൊരു മണം കിട്ടാനും അതുപോലെ തന്നെ ഈ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യാനും ഒരു റിഫ്രഷിങ്ങുമാണ് ഇതുപോലെയുള്ള ഓരോ ഫ്ലേവറിംഗ് ആയിട്ടുള്ള ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എസെൻഷ്യൽ ഓയിലും ആഡ് ചെയ്യാം, റോസ്മേരി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഈ തിളപ്പിക്കുന്ന വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു റിഫ്രഷിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൂട്ടാനും സഹായിക്കും. ഇതും വേറെ നാച്ചുറൽ മെത്തേഡാണ്. അതുപോലെ തന്നെ ഈ വെള്ളം നിങ്ങൾക്ക് വീട്ടിനകത്ത് വെറുതെ ഒരു ഡെക്കോർ പോലെ വെക്കാം. ഒരു വേസ്റ്റിനകത്തോ അല്ലെങ്കിൽ ഒരു ഡെക്കോർ പോലെ നിങ്ങൾക്ക് വീട്ടിനകത്ത് ഒരു സൈഡിൽ ഈ ഒരു വെള്ളം വെക്കുന്നത് വീട്ടിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മണം കിട്ടാനൊക്കെ നല്ലതാണ്. മാത്രമല്ല ഇതേ വെള്ളം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ നിങ്ങളകത്തുള്ള കർട്ടൻസിലൊക്കെ സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ്. ഇതും ഹ്യൂമിഡിറ്റി റേസ് ചെയ്യാൻ, അതായത് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. ഇനി ഹ്യൂമിഡിറ്റി കൂടുന്നത് കാരണം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അതും ശ്രദ്ധിക്കണം. കാരണം ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ, അതായത് കൂടുതലായിട്ട് ഡാമ്പായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് വെറ്റായിട്ടുള്ള എയർ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ, അതായത് ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് പല അലർജിക് കംപ്ലയിൻസും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഈ മോൾഡ്സ്, മൈറ്റ്സ് അതുപോലെയുള്ള ചെറിയ ഡാംനെസ് ഉള്ളിടത്ത് ഗ്രോ ചെയ്യും. അതുപോലെ മതിലൊക്കെ കാണുന്ന ചെറിയ ഇങ്ങനെ ചതപ്പ് പോലെയുള്ളതൊക്കെ കൂടുന്നത് നമ്മുടെ വീട്ടിനകത്തുള്ള ഹ്യൂമിഡിറ്റി കൂടുന്നത് കാരണമാണ്. അത് കൂടിയാലും അലർജിക് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് അലർജിക് റൈനൈറ്റിസ്, അതായത് തുമ്മലും എല്ലാം വരാനുള്ള ചാൻസസും കൂടുതലാണ് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ. അതുപോലെ തന്നെ ശ്വാസതടസ്സമുള്ള ആൾക്കാർക്ക്, ആസ്തമ ഉള്ള ആൾക്കാർക്കൊക്കെ ഹ്യൂമിഡിറ്റി കൂടിയിട്ടുണ്ടെങ്കിലും അസുഖങ്ങൾ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഐഡിയൽ ഹ്യൂമിഡിറ്റി നിങ്ങൾ വീട്ടിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഐഡിയൽ ഹ്യൂമിഡിറ്റി മറക്കരുത്. 40 to 60% ആണ് നിങ്ങളുടെ വീട്ടിനകത്ത് ഉണ്ടായിരിക്കേണ്ട ഹ്യൂമിഡിറ്റി. അതുപോലെ തന്നെ പുറത്തുള്ള ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വീട്ടിനകത്ത് എത്ര ഹ്യൂമിഡിറ്റി വേണം എന്നുള്ളത്. അപ്പോൾ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഹ്യൂമിഡിഫയർ മേടിക്കാനാണ് താല്പര്യമെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ യൂസർ മാനുവലൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഐഡിയൽ ഹ്യൂമിഡിറ്റി സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹ്യൂമിഡിഫയർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടും നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ ഹ്യൂമിഡിഫയർ സെറ്റ് ചെയ്യാം. ഇനി ഈ പറഞ്ഞ അതേ ഹെൽത്ത് ഇഷ്യൂസ് ഹ്യൂമിഡിഫയർ യൂസ് ചെയ്താലും വരും. അതിനും ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹ്യൂമിഡിറ്റീനെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അത് പുറത്തുള്ള അന്തരീക്ഷമായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ഹ്യൂമിഡിഫയർ എപ്പോഴും യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഡേർട്ടി ആയിട്ടുള്ള, അതായത് അതിൻ്റെ ടാങ്ക്, അതിൻ്റെ വെള്ളം ഇതൊക്കെ യൂസ് ചെയ്യുന്നതും വളരെ കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങൾ വരാനുള്ള ചാൻസസും കൂടുതലാണ്. പ്രത്യേകിച്ച് ഹ്യൂമിഡിഫയറിൽ യൂസ് ചെയ്യുന്ന വെള്ളം കറക്റ്റായിട്ട് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ഹ്യൂമിഡിറ്റി ആയിട്ട് വരാനും അത് നിങ്ങൾ ശ്വസിക്കാനും, അപ്പോൾ അതിന് നെഗറ്റീവായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സമയത്ത് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു ഹ്യൂമിഡിഫയർ മേടിക്കണോ അതോ നാച്ചുറലായിട്ട് ഇതുപോലെയുള്ള പ്ലാന്റ്സ്, അതുപോലെ അക്വേറിയം സെറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പോട്ട്സ് ഓഫ് ഫിഷസിനെ മേടിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എന്തായാലും ഈ ഒരു വിൻ്റർ സീസൺ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി സീസൺ ആവട്ടെ. വേറൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ സ്റ്റേ കണക്റ്റഡ്. താങ്ക് യു.